ഒരു തൂങ്ങി മരണമാണ് ഈ മുട്ടത്തറ, തിരുവനന്തപുരം മുട്ടത്തറ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പൂന്തറ കല്ലുമൂട്ടിലെ പുത്തൻ വീട്ടിൽ സുനിലിന്റെ ഭാര്യ സന്ധ്യ, 38 വയസ്സുകാരിയാണ്, മുട്ടത്തറയിലെ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇതിനനുബന്ധിച്ച് ഈ സന്ധ്യ എന്ന സ്ത്രീ, അവർക്ക് 38 വയസ്സുണ്ട്, ഭർത്താവുണ്ട്. ഭർത്താവിൻ്റെ പേര് സുനിൽ, മക്കളുണ്ട്. അവർ മുട്ടത്തറ വടുവത്തുകോവിലിന് സമീപത്തുള്ള അരുണിൻ്റെ വീട്ടിൽ ആണ് തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച 28-ാം തീയതി ഇതിനോട് തൊട്ടു മുമ്പ് ഒരു സംഭവവികാസം ഉണ്ടായി. ഈ സന്ധ്യ എന്ന സ്ത്രീ അരുണിൻ്റെ കാറ് കണ്ടിട്ട് കാറ് അടിച്ച് തകർത്തു. അരുൺ ഇടപെട്ടു. ആ സമയത്ത് ഇവരുടെ കയ്യിരുന്ന കത്തി കൊണ്ട് അയാളെ കുത്തി, അയാൾക്ക് പരിക്കേറ്റു. അങ്ങനൊരു സംഭവം ഉണ്ടായി. ഇത് സംബന്ധിച്ച് പൂന്തറ പോലീസ് സ്റ്റേഷനിലെ പരാതി വന്നു. എന്താണ് ഈ വൈരാഗ്യ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല പോലീസിന്. പക്ഷെ മറ്റൊരാളുടെ ഭാര്യയാണ്, ഇയാളുമായിട്ടുള്ള അവിഹിതമായ എന്തെങ്കിലും ഇടപാടുണ്ടോ, ബന്ധമുണ്ടോ, അതോ പണമിടപാടുണ്ടോ, അതൊക്കെ പോലീസ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഈ സംഭവത്തിന് ശേഷം മുട്ടത്തറ അരുണിൻ്റെ വീട്ടിൽ ഈ സ്ത്രീ സന്ധ്യ അങ്ങ് ചെന്നു. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അരുണിൻ്റെ അമ്മയുടെ അനിയത്തി വീടിൻ്റെ മുൻവശത്തിരിപ്പുണ്ട്. അവരെ തള്ളി മാറ്റി വീടിനുള്ളിലോട്ട് കയറി, അരുണിൻ്റെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു. അവർ ആള് കൂട്ടി. അവസാനം പോലീസ് വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ സന്ധ്യ ആ ബെഡ്റൂമിനകത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും അരുണുമായിട്ടുള്ള ഇടപാട് എന്താണ് എന്ന് വ്യക്തതയില്ല ഇതുവരെ. എങ്കിൽ അതിലേക്ക് പോലീസ് വരുമെന്ന് കരുതുന്നു. അയാളെ ഉപദ്രവിക്കാനുള്ള കാരണമുണ്ട്. ഇവരുടെ ഹൗസ് വൈഫാണ്. അയാളെ കാറ് അടിച്ച് തകർത്തു. അയാൾ ഇടപെട്ടു. ആ സമയത്ത് ഇവരുടെ കൈ കത്തി കരുതിയിരിക്കുന്നു. അയാളെ കുത്തി, അയാൾക്ക് പരിക്കേറ്റു. ആ സംഭവത്തിന് ശേഷമാണ് ഇവർ കഴിഞ്ഞ ദിവസം, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ അയാളുടെ ബെഡ്റൂമിലേക്ക്, ആ വീട്ടിലെ ആരും ഇല്ലാത്ത സമയത്ത് വന്ന് വലിച്ചു കയറി. അത് തടഞ്ഞ അരുണിൻ്റെ അമ്മയുടെ അനിയത്തിയെ തട്ടി മാറ്റി ആ വാതിൽ, ആ മുറിക്കകത്ത് കയറി വാതിലടക്കിയാണ്. അപ്പോൾ ആ വീട് ഈ മുട്ടത്തറയിലെ ഉള്ള വടുവത്തുകോവിലിൻ്റെ സമയത്തുള്ള അരുണിൻ്റെ വീട് ഇവർക്ക് നിശ്ചയമാണ്. എന്തിടപാടാണെന്ന് മനസ്സിലാകുന്ന സാമ്പത്തിക ഇടപാടാണോ, ഇവർ ഇയാളുമായിട്ട് മറ്റു ബന്ധങ്ങളുണ്ടോ? ഇവർക്ക് 38 വയസ്സുള്ള സ്ത്രീയാണ്. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ അയാളെ ആക്രമിക്കുകയും അയാളെ കൊല്ലാനായിട്ടാണോ ഒരു കത്തിയായിട്ട് വന്നത്? ആ കത്തി കൊണ്ട് അയാളെ കുത്തുകയും ചെയ്തു. പക്ഷേ ഇവർ അത് വിജയിക്കാതെ വന്നപ്പം സ്വയം ജീവൻ ഒടുക്കിയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ അന്തർധാര എന്താണ്? ഇതിൻ്റെ കാരണം എന്താണ്? ഏതായാലും പൂന്തറ പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ കൂടുതൽ അന്വേഷണ വിവരങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ അരുണുമായിട്ടുള്ള ബന്ധം, അയാളുമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധമാണ്, അതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ മരണകാരണം നമുക്ക് കണ്ടെടുത്താൻ കഴിയുള്ളൂ. പോലീസിൻ്റെ അന്വേഷണത്തിൽ അടുത്ത ദിവസം ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഇവർക്ക് ഏതെങ്കിലും മാനസിക രോഗമുണ്ടോ, ഇയാളുമായിട്ട് എന്താണ് ഇത്ര വൈരാഗ്യം, അയാളെ കുത്തിക്കൊല്ലാൻ പോയത് എന്തിന്, കത്തി കൊണ്ട് നടക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടോ, അത് അയാളെ ഉദ്ദേശിച്ച് മാത്രമാണ് കത്തി കൊണ്ട് നടന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് ഇനി വരേണ്ടിയിരിക്കുന്നു.